വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ട് നമ്മുടെ 16ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അങ്ങനെയാകുമ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്കുകൾ ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ എൻ്റെ എല്ലാ ക്ലാസ്സുകളും കയറി കാണാവുന്നതാണ്. ഈ ക്ലാസ് 2 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഗ്രാമർ ക്വസ്റ്റ്യൻസും പിന്നീട് അതിനുശേഷം ഫ്രേസൽ വേർബ്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുമുണ്ട്. അപ്പം ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് എവർക്കും സ്വാഗതം. നമുക്ക് ഗ്രാമർ പാർട്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. നോക്കുക. ദ ഓപ്പോസിറ്റ് ഓഫ് നേറ്റീവ്. നേറ്റീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എബ്രോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, നാച്ചുറൽ എന്ന് കൊടുത്തിട്ടുണ്ട്, ഏലിയൻ എന്ന് കൊടുത്തിട്ടുണ്ട്, റൂറൽ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നേറ്റീവ് എന്താണ്. നേറ്റീവ് സ്വദേശി അല്ലെങ്കിൽ സ്വദേശം എന്നൊക്കെ അർത്ഥമില്ല. ഇവിടെ വിദേശി അല്ലെങ്കിൽ സ്വദേശമല്ലാത്തത് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉള്ളത് എന്താ, ഈ ഏലിയൻ എന്ന് പറയുന്ന വാക്കാണ്. ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ദ ഓപ്പോസിറ്റ് ഓഫ് നേറ്റീവ് ഏതാണ്, ഏലിയൻ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഇറ്റ് ഈസ് നോ യൂസ് ഡാഷ് അബൌട്ട് ദാറ്റ്. ടു വറി, വറീഡ്, വറി, വറി. മനസ്സിലാക്കേണ്ട കാര്യം യൂസിന് ശേഷം വരേണ്ട വെർബ് യൂസ്, ഫീൽ, എൻജോയ് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അതിനുശേഷം ഒരു വെർബാണ് വരേണ്ടതെങ്കിൽ അവിടെ വെർബ് പ്ലസ് ing ഫോമിലായിരിക്കും. അതായത് ഇറ്റ് ഈസ് നോ യൂസ് വറി അബൌട്ട് ദാറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ആണ് ഇറ്റ് ഈസ് നോ യൂസ് വറി അബൌട്ട് ദാറ്റ്. ഇനി അടുത്തത് എ കസിൻ ഓഫ് ഡാഷ് ഈസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവിടെ മൈ എന്ന് കൊടുത്തിട്ടുണ്ട്, മീ എന്ന് കൊടുത്തിട്ടുണ്ട്, മൈ എന്ന് കൊടുത്തിട്ടുണ്ട്, ഐ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഓഫിന് ശേഷം ഒരു പൊസഷനെ സൂചിപ്പിക്കുന്ന ഒരു പ്രൊനൗണാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെങ്കിൽ അവിടെ നമ്മൾ പൊസസീവ് പ്രൊനൗൺ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. പൊസസീവ് പ്രൊനൗൺ രൂപത്തിലുള്ള പ്രൊനൗൺ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മൈൻ ആണ് പൊസസീവ് പ്രൊനൗൺ, മൈ പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്, മീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്, ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ആൻസർ എ കസിൻ ഓഫ് മൈൻ എന്ന് വരും ആൻസർ. എ കസിൻ ഓഫ് മൈൻ ഈസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് വരും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് റിപ്പീറ്റഡ് ഫെയിലേഴ്സ് ഹി ഡിഡ് നോട്ട് ഗീവ് അപ്പ് ഹിസ് അറ്റംപ്റ്റ്. അപ്പോൾ ഇത് എന്താ ഉദ്ദേശിക്കുന്നത്, അവൻ്റെ തുടരെയുള്ള അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള പരാജയത്തിലും അവൻ എന്ത് ചെയ്തില്ല, അവൻ്റെ അറ്റംപ്റ്റ് പരിശ്രമം ഉപേക്ഷിച്ചില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്തു. അപ്പോൾ വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ഈ പറയുന്ന പോലെ ഡെസ്പൈറ്റൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എന്നേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഡിസ്പൈറ്റ് ഓഫ് എന്ന് പറയാറില്ല. അങ്ങനെ പറയാറില്ല. ഡിസ്പൈറ്റ് ഓഫ് എന്നും ഇൻസ്പൈറ്റ് എന്ന് മാത്രമായിട്ട് നമ്മൾ പറയാറില്ല. ഇൻസ്പൈറ്റ് ഓഫ് എന്നും ഡെസ്പൈറ്റ് എന്ന് മാത്രമായിട്ട് നമ്മൾ പറയും. ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ്. അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക നോക്കുക. ഇവിടെ ഡെസ്പൈറ്റ് ഓഫ് വന്നിട്ടുണ്ട്, ഇൻസ്പൈറ്റ് എന്നിട്ടുണ്ട്, പിന്നെ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ശരിയായി വരിക. ഡാഷ് റിപ്പീറ്റഡ് ഫെയിലേഴ്സ് ഹി ഡിഡ് നോട്ട് ഗീവ് അപ്പ് ഹിസ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് റിപ്പീറ്റഡ് ഫെയിലേഴ്സ് ഹി ഡിഡ് നോട്ട് ഗീവ് അപ്പ് ഹിസ് അറ്റംപ്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് മീ ടു സ്റ്റഡി മെഡിസിൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് തോന്നുന്നുവെങ്കിലും അത് ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈ പറയുന്ന 2 നാമങ്ങൾക്ക് ആദ്യത്തെ നാമത്തിൻ്റെ മുന്നിൽ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന 2 ആൾക്കാർ കൂടെ ചേർന്ന് എന്തായി മാറും, ഒന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ഒറ്റ ഒരാളായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. എന്നാൽ നേരെ തിരിച്ച് മറിച്ച് മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ രണ്ടിടത്ത് ഈ മൈ വന്നിരുന്നുവെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പരിഗണിക്കാം, പ്ലൂറലായിട്ട് പരിഗണിക്കാം. ഇവിടെ എന്തായിരിക്കും ആൻസർ, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. അപ്പോൾ അത് സിംഗുലറായിട്ട് നമ്മൾ കണക്കാക്കുന്നു. പിന്നെ വാണ്ടാണോ വാണ്ട്സ് ആണോ ഹാവ് വാണ്ടഡ് ആണോ വാണ്ടിങ് ആണോ.
അപ്പോൾ ഇവിടെ എന്തായിരിക്കും വാണ്ട്സ് ആയിരിക്കും കറക്റ്റായിട്ട് വരിക. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ വാണ്ട്സ് മീ ടു സ്റ്റഡി മെഡിസിൻ എന്നുള്ളതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ നമ്മൾ ഫ്രേസൽ വെർബ്സുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ഈ പാർട്ടിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഫ്രേസൽ വെർബ്സ് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് നമ്മുടെ മാർക്ക് നെഗറ്റീവ് ആക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. കാരണം ഒരു വെർബിന് തന്നെ ഒരു വെർബ് വെച്ചുകൊണ്ട് തന്നെ പല അർത്ഥത്തിലുള്ള ഫ്രേസൽ വെർബ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ലുക്ക് എന്ന് പറയുന്ന വെർബ് കൊണ്ട് വെർബിനാൽ ഉണ്ടാകപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും ചോദിക്കാവുന്ന ഫ്രേസൽ വെർബ്സുകളാണ് നമ്മളിവിടെ വിശകലനം ചെയ്തു തരാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് ലുക്ക് ആഫ്റ്റർ. ലുക്കിനോട് കൂടി ആഫ്റ്റർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേർത്തപ്പോൾ അതെന്തായി മാറി? ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്ന ഫ്രേസൽ വെർബ്സായി മാറി. എങ്ങനെയാണ് ഫ്രേസൽ വെർബ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? ഏതെങ്കിലും ഒരു വെർബിനോട് കൂടി നമ്മൾ ഒരു പ്രിപ്പോസിഷൻ ആഡ് ചെയ്യുകയും അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിന് വേറൊരു അർത്ഥതലത്തിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഫ്രേസിനെ നമുക്കെന്ത് വിളിക്കാം? ഫ്രേസൽ വെർബ്സ് എന്ന് വിളിക്കാം. ഇപ്പം ഇവിടെ ലുക്കിന് ശേഷം നമ്മൾ ആഫ്റ്റർ ചേർത്തപ്പോൾ വേറൊരർത്ഥമായി മാറി. ലുക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്ത്? നോക്കുക എന്നർത്ഥം. ആഫ്റ്റർ എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? ശേഷം എന്നർത്ഥമില്ല. അപ്പം ലുക്ക് ആഫ്റ്ററിൻ്റെ ഡയറക്റ്റ് മീനിങ് എന്താവും? ശേഷം നോക്കുക എന്നാവും. പക്ഷെ അതാണോ ഇവിടെ ധ്വനിപ്പിക്കുന്നത്? അല്ല, വേറൊരു അർത്ഥതലമാണ് നൽകുന്നത്. അങ്ങനെയുള്ള ഫ്രേസസിനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലുക്ക് ആഫ്റ്റർ എന്താണ്? ലുക്ക് ആഫ്റ്റർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടേക്ക് കെയർ ഓഫ് എന്നാണ്. എന്താണ്? ടേക്ക് കെയർ ഓഫ്, അതായത് ശുശ്രൂഷിക്കുക, പരിചരിക്കുക എന്നൊക്കെയാണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്ന ഫ്രേസൽ വെർബ്സിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, എന്ത്? ഹി ഡാഷ് ഹിസ് ഫാദർ ഡ്യൂറിങ് ദോസ് ഡേയ്സ് എന്നൊരു ചോദ്യം വരും. എന്നിട്ട് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കും ലുക്ക് ഡൗൺ, ലുക്ക്ഡ് ഫോർ, ലുക്ക്ഡ് ഫോർവേഡ് ടു, ലുക്ക്ഡ് ആഫ്റ്റർ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന എല്ലാം ഫ്രേസൽ വെർബ്സ് ആണ്. അത് ലുക്ക് വെച്ചുകൊണ്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകം അർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി ഡാഷ് ഹിസ് ഫാദർ ഡ്യൂറിങ് ദോസ് ഡേയ്സ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ അച്ഛനെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ശുശ്രൂഷിച്ചു എന്ന് നമുക്ക് പറയണം. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കാരണം നമ്മൾ ലുക്ക് ആഫ്റ്റർ ആണ് പഠിക്കുന്നത്. അവിടുത്തെ അർത്ഥം ശുശ്രൂഷിക്കുക, പരിചരിക്കുക ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടൊരു എക്സാമ്പിളാണ് നമ്മൾ ഇവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ അർത്ഥം വരണമെങ്കിൽ നമ്മൾ ഈ ഓപ്ഷനിൽ ഏതെടുത്ത് എഴുതണം? ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തെഴുതണം, അല്ലേ? അപ്പോൾ ഹി ലുക്ക് ആഫ്റ്റർ ഹിസ് ഫാദർ ഡ്യൂറിങ് ദോസ് ഡേയ്സ് എന്നാവും ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ലുക്ക്ഡ് ആഫ്റ്റർ. നമ്മൾ എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയത്? കാരണം നമ്മൾ ലുക്ക് ആഫ്റ്ററിൻ്റെ അർത്ഥം പഠിച്ചു. എന്താണ്? ടേക്ക് കെയർ ഓഫ്, അല്ലെങ്കിൽ പരിചരിക്കുക, ശുശ്രൂഷിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കുക, ലുക്ക് ഡൗൺ ഓൺ. അടുത്ത ഫ്രേസ് എന്താണ്? ലുക്ക് ഡൗൺ ഓൺ. എന്താണ് അവിടെ അങ്ങനെ വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൺസിഡർ ആസ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഡെസ്പൈസ് ആണ്. എന്നുവെച്ചാൽ എന്താ? ചെറുതാക്കി കാണുക അല്ലെങ്കിൽ കൊച്ചാക്കി കാണുക, മറ്റുള്ളവരെ നമ്മളെക്കാളും താഴ്ന്നു നിൽക്കുന്നവരാണ് എന്തുകൊണ്ടും എന്ന തരത്തിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കാണുക. അതാണ് ലുക്ക് ഡൗൺ ഓൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലുക്ക് ഡൗൺ ഓൺ എന്താണ്? കൺസിഡർ ആസ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഡെസ്പൈസ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? രാജ് ഡാഷ് ഹിസ് കൊളീഗ്സ് സോ ദേ ഡോണ്ട് ലൈക്ക് ഹിം. രാജ് അവൻ്റെ കൊളീഗ്സിനെ അല്ലെങ്കിൽ അവൻ്റെ സഹപ്രവർത്തകരെ അവൻ എപ്പോഴും തന്നേക്കാളും ചെറുതായിട്ടുള്ളവരാണ് അല്ലെങ്കിൽ കൊച്ചാക്കി കാണാറുണ്ട്. അതുകൊണ്ട് സോ ദേ ഡോണ്ട് ലൈക്ക് ഹിം, അതുകൊണ്ട് അവർക്ക് അവനെ ഇഷ്ടമല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അർത്ഥം വരണമെങ്കിൽ ഇവിടെ ഏത് ഫ്രേസ് ആയിരിക്കണം വരേണ്ടത്? ലുക്സ് ഡൗൺ ഓൺ എന്നാണ് വരേണ്ടത്. എന്താണ്? ലുക്സ് ഡൗൺ ഓൺ. അപ്പം രാജ് ഡാഷ് ഹിസ് കൊളീഗ്സ്, അപ്പോൾ രാജ് ലുക്സ് ഡൗൺ ഓൺ ഹിസ് കൊളീഗ്സ് സോ ദേ ഡോണ്ട് ലൈക്ക് ഹിം എന്നാണ് ഇവിടെ ആൻസറായി വരിക. ഇനി നമുക്ക് നോക്കാം ലുക്ക് ഫോർ. എന്താണ് ലുക്ക് ഫോർ? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലുക്ക് ഫോർ എന്താണ്? സെർച്ച് അല്ലെങ്കിൽ സീക്ക് ആണ്. അന്വേഷിക്കുക അല്ലെങ്കിൽ തേടുക എന്നാണ് ലുക്ക് ഫോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മഹേഷ് ഹാസ് ബീൻ ഡാഷ് എ ജോബ് ഫോർ 2 months. മഹേഷ് 2 മാസമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി തെരഞ്ഞുകൊണ്ടേയിരിക്കുക, സെർച്ചിങ്ങിലാണെന്ന് ഇവിടെ ഉദ്ദേശിക്കുക. ആ രീതിയിൽ നമുക്ക് പറയണം.
അങ്ങനെ വരുമ്പോൾ ഇവിടെ വരേണ്ട ഫ്രേസ് ഏതായിരിക്കണം? ഈ പറയുന്നതിൽ ലുക്കിംഗ് ഫോർ ആണ് വരേണ്ടത്. അതാണ് ലുക്കിംഗ് ഫോർ. പിന്നെ അടുത്ത് നോക്കാം, ലുക്ക് ഫോർവേഡ് ടു. എന്താണ് ലുക്ക് ഫോർവേഡ് ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവൈറ്റ്, ആൻറ്റിസിപ്പേറ്റ്, എക്സ്പെക്റ്റ്. കാത്തിരിക്കുക, മുന്നേ കാണുക, പ്രതീക്ഷിക്കുക. എങ്ങനെ? വളരെ സന്തോഷത്തോടു കൂടി. വളരെ സന്തോഷത്തോടു കൂടി എന്തിനെങ്കിലും നമ്മളെ പ്രതീക്ഷിക്കുക, മുൻകൂട്ടി കാണുക, അല്ലേ? കാത്തിരിക്കുക എന്നൊക്കെ അർത്ഥമാണ് എന്ത് ലുക്ക് ഫോർവേഡ് ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ എക്സാമ്പിൾ എന്താ? ദേ ആർ ഡാഷ് എ സക്സസ് ഇൻ ദാറ്റ് ഫീൽഡ്. ആ ഫീൽഡിൽ അവരൊരു വിജയത്തെ അവർ വളരെയധികം പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരേണ്ട ഫ്രേസൽ വെർബ് ഏതായിരിക്കണം? ലുക്കിംഗ് ഫോർവേഡ് ടു എന്നാണ് വരേണ്ടത്. അപ്പം ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു എ സക്സസ് ഇൻ ദാറ്റ് ഫീൽഡ് എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഇനി അടുത്ത ലുക്ക് ഇൻ. എന്താണ് ലുക്ക് ഇൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേ എ ബ്രീഫ് വിസിറ്റ് ഓർ എ കാഷ്വൽ വിസിറ്റ്. ഒരു ചെറിയൊരു സന്ദർശനം നടത്തുക, അല്ലെങ്കിൽ ഒരു കാഷ്വൽ ആയിട്ടുള്ള വലിയ ഫോർമാലിറ്റി ഒന്നുമില്ല, നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിസിറ്റൊക്കെ നടത്തുമല്ലോ നമ്മളെ ബന്ധുക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ലുക്ക് ഇൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മൈ ഫ്രണ്ട് യൂസ്ഡ് ടു ഡാഷ് മൈ ഹോം. എൻ്റെ സുഹൃത്ത് മിക്കപ്പോഴും എന്ത് ചെയ്യാറുണ്ടായിരുന്നു? എൻ്റെ വീട് സന്ദർശിക്കാറുണ്ട്. എന്ന് വെച്ചാൽ വീട്ടിൽ വളരെ സൗഹൃദപരമായി വരാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാഷ്വൽ വിസിറ്റ് നടത്താറുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂസ്ഡ് ടു ലുക്ക് ഇൻ എന്നാണ് വരേണ്ടത്. യൂസ്ഡ് ടു ലുക്ക് ഇൻ. അപ്പോൾ ലുക്ക് ഇൻ എന്ന് വെച്ചാൽ എന്താ? പേ എ ബ്രീഫ് വിസിറ്റ് ഓർ എ കാഷ്വൽ വിസിറ്റ്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കൊടുത്തു. എങ്ങനെയാണ്? മൈ ഫ്രണ്ട് യൂസ്ഡ് ടു ലുക്ക് ഇൻ മൈ ഹോം എന്നാണ് ഇവിടെ ആൻസറായി വരിക. ഇനി നമുക്ക് ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ലുക്ക് ഇൻ ടു? ലുക്ക് ഇൻ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സാമിൻ, ഇൻവെസ്റ്റിഗേറ്റ്. അത് പരിശോധിക്കുക, അന്വേഷിക്കുക എന്നൊക്കെയാണ് ലുക്ക് ഇൻ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ലുക്ക് ഓൺ? ലുക്ക് ഓൺ എന്ന് വെച്ചാൽ എന്താ? വാച്ച്. അല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചക്കാരായിട്ട് നിൽക്കുക അല്ലെങ്കിൽ കാണുക എന്നൊക്കെ അർത്ഥത്തിലാണ് ലുക്ക് ഓൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ലുക്ക് ഓവർ? അതും എന്താണ് അർത്ഥം? എക്സാമിൻ എന്നാണ് അർത്ഥം, പരിശോധിക്കുക എന്നാണ് ലുക്ക് ഓവർ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ലുക്ക് അപ്പ്? സെർച്ച് ഫോർ, അന്വേഷിക്കുക, തേടുക. എവിടെ? ഇന്ന ഡിക്ഷണറി. നമ്മൾ ഡിക്ഷണറിയിൽ ഏതെങ്കിലും ഒരു വാക്കോ അതിൻ്റെ അർത്ഥങ്ങളോ ഒക്കെ തിരയുന്നതിനാണ് നമ്മൾ ലുക്ക് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, വെൻ യു ഫൈൻഡ് എ ന്യൂ വേർഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുതിയ വാക്ക് കാണുമ്പോൾ യു മസ്റ്റ് ഡാഷ് ഇറ്റ്സ് മീനിങ്. നിങ്ങൾ അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യണം? ഡിക്ഷണറിയിൽ തേടണം അല്ലെങ്കിൽ അന്വേഷിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ യു മസ്റ്റ് ലുക്ക് അപ്പ് എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ യു മസ്റ്റ് ലുക്ക് അപ്പ് ഇറ്റ്സ് മീനിങ് എന്നുള്ളതാണ് ശരിയായ ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. ഇതുവരെ എൻ്റെ എല്ലാ ക്ലാസ്സുകളും കാണുവാൻ വേണ്ടി ഈ ക്ലാസ്സിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി എൻ്റെ ക്ലാസ്സുകളെല്ലാം കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.